പ്രതിഷേധ ജാഥ നീങ്ങേണ്ടത് ദാസപ്പൻ രാജാവ് ഇരിക്കുന്ന ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ അഞ്ചരക്കണ്ടിയിലെ ആ ദന്തൽ കോളേജിലേക്കോ ആണ്. അല്ലാതെ ഹർത്താൽ സമാധാനപരമായിരിക്കും, പൊതുജനങ്ങളെ തടയില്ല, നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ല എന്നെല്ലാം തള്ളിമറിച്ചിട്ട് ജനങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാല ഇട്ടുകൊണ്ടാവരുത്. ഈ പട്ടിഷോ ശുദ്ധ തെമ്മാടിത്തരമാണ്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കേണ്ടത് ജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടാവരുത്. ഏത് ഞാഞ്ഞൂല് വിചാരിച്ചാലും ഹർത്താൽ എന്ന ഗുണ്ടായിസം നടത്തി ജനത്തെ ബന്ദികളാക്കാമെന്നൊരു ധാരണ ഇവിടെ രൂഢമായിരിക്കുന്നു. ഇവിടെ ഒരു ഭരണ നേതൃത്വമുണ്ടോ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ മധു എന്ന ആദിവാസി യുവാവിനെ ഒരു പിടി അരി മോഷ്ടിച്ചല്ല എടുത്ത് കഞ്ഞി കുടിക്കേണ്ടി വന്നു. അതിനയാളുടെ ജീവിതം ഹോമിക്കേണ്ടി വന്നു. വിനായകൻ പോലീസ് ഭീകരതയാൽ കൊല്ലപ്പെട്ടു. ദരിദ്രരിൽ ദരിദ്രയായ ബിന്ദു എന്ന സാധു സ്ത്രീ കിനാവിൽ പോലും കാണാത്ത കൃത്യം ആരോപിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി അപമാനിക്കപ്പെട്ടു. ഒരുത്തനും ഒരു മറ്റേ മോനും ഇതുപോലുള്ള ഹർത്താൽ ഷോയുമായിട്ട് ഇറങ്ങിയില്ല. ഇവിടെ ക്യാൻസർ രോഗികളെ പോലും വഴിതടയുന്ന ശുദ്ധ തെമ്മാടിത്തരം ഇത് അവസാനിപ്പിച്ചേ മതിയാവും. എന്താണ് അങ്ങനെയാണ് രോഗത്തിന് എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാ കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണേ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് അല്ല, നടക്കണല്ലേ പറഞ്ഞ രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിച്ചിട്ടാണോ? നോട്ടീസ് അടിച്ചോടെ രോഗം തന്നെ. ഇന്നലെ എനിക്ക് പോകാൻ പറ്റണ്ട, എന്റെ ശാരീരിക പ്രശ്നം എനിക്ക്. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ തർക്കിച്ചോണ്ട് വിടില്ല. മസിൽ പിടിച്ചോണ്ട് വിടില്ല. ജാട മേലെ ഇങ്ങോട്ട് ഇറക്കണ്ട.